എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്ന് രാവിലെ തൊട്ടൊരു 4 മണി വരെയൊക്കെ ഉള്ളൊരു ജോലിയൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ വിനോദൻ പതാക ഉയർത്താനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. പിന്നെ രാവിലെ ഞാനിന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ആദ്യം മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഉപ്പുമാവ് ഉണ്ടാക്കി, ചായയൊക്കെ വെച്ചു അടുപ്പത്ത്. പിന്നെ ഞാൻ വിശദമായിട്ടൊന്നും കാണിച്ചില്ല, കാരണം എപ്പോഴുമൊക്കെ കാണിക്കുന്നതൊക്കെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഉപ്പുമാവും രാവിലത്തെ കഴിപ്പും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള അരിയൊക്കെ വേവിച്ച് വെച്ചു. അരി വേവിച്ച് കുക്കറെടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഒരു മീൻ കറിയും കൂടെ വെച്ച് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മീൻ കറിയും കൂടെ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ കുറേ എനിക്ക് പുറത്ത് ജോലികൾ കുറേ കിടപ്പുണ്ട്. അപ്പം ഓണം വരുമല്ലേ, നാളെ തിങ്കളാഴ്ചയാണെങ്കിൽ ചിങ്ങം ഒന്നും കൂടെയാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് വൃത്തിയാക്കലാണ് കേട്ടോ. അത്യാവശ്യം വീടിൻ്റെ അകം എല്ലായിടവും വൃത്തിയാണ്, എന്നാലും ചിങ്ങം ഒന്നിന് മുന്നേ നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ക്ലീനിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്കങ്ങനെ വീഡിയോ ഇടാനായിട്ട് എപ്പോഴും ഇടുന്ന പോലെ അങ്ങോട്ട് വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല. ഇവിടെ എനിക്കൊരു മരണം ഉണ്ടായിരുന്നു, വിനോദിൻ്റെ ഫാമിലിയിലൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ പോക്ക് വരവും അങ്ങനെയൊക്കെ വന്നതിന് ശേഷം എനിക്ക് കുറേ ദിവസം അങ്ങനെ മുറ്റത്തിറങ്ങി അങ്ങനെ ഒന്നും ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റിയില്ല കേട്ടോ. ചെടിയുടെ കാര്യമൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മീൻകറിയൊക്കെ വെന്ത് കേട്ടോ. അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും പറയാഞ്ഞത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇന്ന് രാവിലെ ഒരു അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, എന്നല്ലെങ്കിൽ ഇടയ്ക്കൊരു മങ്ങൽ വന്നു. ആ സമയത്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈയിടെയൊന്നും നല്ല മഴയൊക്കെ നിന്ന സമയത്ത് അവിടെയൊക്കെ ഒന്ന് ചെടിക്ക് അവിടെ ഹാങ്ങിങ് പ്ലാന്റിനൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കാത്തതിൻ്റെയൊക്കെ ഇത്തിരി കുഴപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉണക്കാനിട്ടാണ്, കാറിൻ്റെ ഡിക്കിയിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തൊന്ന് വിനോട്ടം വെളിയിലോട്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ വിനോട്ടം പോകുന്നതിന് മുന്നേ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള 2 വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. രാവിലെ വിനോട്ടൻ ഇവിടെ ഇങ്ങനെ കെട്ടുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്നാലും പിന്നെ ഒന്നും കൂടി പിന്നെയാണ് കാണുന്നത്. പിന്നെ അന്നേരത്തേക്ക് വിനോദൻ അവിടെ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം എടുത്ത് താഴോട്ട് വെച്ചായിരുന്നു കേട്ടോ. ഈ പോട്ടൊക്കെ എടുത്ത് താഴോട്ട് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം എടുത്ത് ആദ്യം അങ്ങോട്ട് തിരിച്ച് വെച്ചു. പിന്നെ വൈകുന്നേരം അച്ചുവാണ് പിന്നെ അയച്ചെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഈ സിറ്റ് ഔട്ടൊക്കെ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഈയിടെയൊക്കെ ഒന്ന് ചെടിയൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പം കുറച്ച് എന്താ പറയുക, ഇലയൊക്കെ ഒന്ന് പഴുത്ത് തുടങ്ങി കേട്ടോ. കുറച്ച് സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുന്നതിനൊക്കെ ഇത്തിരി വെള്ളം കുറഞ്ഞപ്പോഴത്തേക്കും അതൊന്ന്, കാരണം പോയിട്ടൊക്കെ മരണത്തിനൊക്കെ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ടയേർഡായിരിക്കും. പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ തന്നെ അത് കാരണം പുറത്ത് മഴയുണ്ടല്ലോ, പക്ഷേ ഈ അകത്ത് നിൽക്കുന്നതിനൊക്കെ വെള്ളം കുറഞ്ഞു പോയി കേട്ടോ. അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ആ പഴുത്ത് നിന്ന ഇലകളെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാനൊന്ന് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. മറ്റേ ഒന്ന് ഓടിച്ചങ്ങ് തൂക്കത്തേ ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത്ര ഡീപ്പായിട്ടൊന്ന് ചെയ്യാനാണ് ഇന്ന് ഞാനതൊക്കെ ഒന്ന് നല്ലതായിട്ട് സിറ്റ് ഔട്ടൊന്ന് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നിറച്ച് ചെടിയായി, സിറ്റ് ഔട്ടിലും കയറി വരുന്ന ആ സ്റ്റെപ്പയിലും ഒക്കെ കേട്ടോ. മോൺസ്റ്റേര വെച്ചിട്ടാണെങ്കിൽ അവിടെ അങ്ങ് നിറഞ്ഞു ആ ഒരു പ്രദേശം മുഴുവൻ. അത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ റിപ്പോർട്ടൊന്നും ചെയ്തില്ല. ആ കൊണ്ടുവന്ന ആ ഒരു പോട്ടിനകത്തോട്ട് ഞാനങ്ങ് ഇറക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സമാധാനമായിട്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടാത്ത കാരണം ഞാൻ അതിനെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ശ്രദ്ധ വരാനിടയ്ക്ക് ഞാൻ വെള്ളം കൊണ്ടൊഴിച്ചിട്ട് ആ ഒരു സ്റ്റാൻഡിൽ, ഇപ്പം ഞാൻ കൊണ്ടുവച്ച ആ ചെടിയുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നൊരു ചെടി ഒന്ന് ചീഞ്ഞ് പോയി കേട്ടോ. അത് വെള്ളം കൂടിയിട്ടാണ്, അതിന് അങ്ങനെ വെള്ളം വേണ്ടായിരുന്നു. പിന്നെ ഞാൻ മാറ്റും എല്ലാം എടുത്തൊന്ന് വെളിയിലോട്ടിട്ട് അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ശരിക്കും ഒരു 3-4 ചെടികൾ നടണം എന്ന് കരുതിയൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ ഓരോന്ന് ഇങ്ങനെ പോയ ചെടികളൊക്കെ ഇങ്ങനെ കണ്ണിൽ പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാം ഒന്ന് അങ്ങനെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സമയം പോയിട്ടാണ്.
അതുകൊണ്ട് ഇന്ന് ഒന്നും എനിക്ക് നടാനോ അങ്ങനെ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇരിക്കുന്നതൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. അതായത് അന്ന് നഴ്സറിയിൽ ഞാൻ എടുത്തിട്ട് വന്ന ചെടികളാണ്. അതുകൊണ്ട് അല്ലാതെ എനിക്ക് വേറെ കിട്ടിയ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നടാമെന്നൊക്കെ കരുതിയാണ് പുറത്തോട്ട് ഇറങ്ങിയതെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അത് ഇരിക്കുന്ന പോലെ ഇരിക്കട്ടെ. ഇനിയിപ്പം അടുത്ത ആഴ്ചയൊക്കെ ഇനി ഓണത്തിൻ്റെ ഒരു തിരക്കൊക്കെ വരുന്നുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. അത് കാരണം അതും ആ ജോലി തീർക്കാണ്ട് ഇപ്പം ചെടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അത് ഇരിക്കട്ടെ. പിന്നെ ഞാൻ വീട്ടിലൊക്കെ പോകും. അന്നേരത്തേക്ക് നമ്മൾ പുതിയതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിനെ നോക്കിയില്ലെങ്കിൽ അതെല്ലാം കേടായി പോവില്ലേ. അപ്പം പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അന്നേരം ഇതിങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിലെ വീട്ടിലെ അക്കായ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ കുറേ നേരം അങ്ങനെ അങ്ങ് സമയം പോകും കേട്ടോ. അന്നേരത്തേക്ക് ഈ സമയമായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെയിലായി കേട്ടോ. പിന്നെ ഞാനിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അത്യാവശ്യം കുറേയൊക്കെ അറേഞ്ച് ചെയ്ത് കേട്ടോ. ഇച്ചിരി വെള്ളവും കൂടിയൊക്കെ വേണ്ടതിനെയൊക്കെ ഒന്ന് പുറത്തോട്ട് നീക്കി വെച്ചു. കാരണം ചെറിയൊരു വാട്ടം തോന്നിയതിനെയൊക്കെ എടുത്ത് പുറത്തോട്ടൊക്കെ എടുത്ത് വെച്ച് ബാക്കിയുള്ളതിനൊക്കെ ഒന്ന് സൈഡിലോട്ടൊക്കെ ഒതുക്കി വെച്ച് കേട്ടോ. നല്ല ഒന്ന് മറ്റേതെല്ലാം ഇങ്ങനെ ഒത്തിരിയായിട്ട് അങ്ങ് നിൽക്കുമായിരുന്നേ. എല്ലാം ഇവിടെ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നിറച്ച് ചെടികളായിരുന്നു. അപ്പോൾ അതിനെ എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെച്ച് കേട്ടോ. ഇത് കുറേ ആയിട്ട് ഞാനൊന്ന് മാറ്റി വെക്കണമെന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വെയിറ്റ് എടുത്ത് പൊക്കണ്ട എന്ന് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ്. രണ്ട് പേടിപ്പിക്കണം. അറിയാമോ അറിയിപ്പുണ്ടോ? അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ അന്വേഷണക്കാരിയാണ് കാണുന്നത്. പോവാം എല്ലാവരും ഇടയിൽ കൂടെ ഒക്കെ പോവാം. കുറേ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിനോട്ടം വന്നായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറി കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ടൊന്ന് അടുക്കളയിലോട്ട് കയറിയായിരുന്നു. അപ്പം പുറകിലൊരു എലി ചത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ചുവിനോട് പറഞ്ഞു അതൊന്ന് കുഴിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ അവൻ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തേച്ച് കഴുകിയതാണ് കേട്ടോ. അവിടെ പുറയിൽ കുറേ പൂച്ചകളുണ്ടല്ലോ, മൊത്തം ഇപ്പോൾ 6 പൂച്ചകളുണ്ട് പുറയിൽ കേട്ടോ. അപ്പോൾ ഇത്രയും പൂച്ചകൾ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്ന അവർ പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ വലിച്ചുകൊണ്ട് വന്ന് ഇടുമല്ലോ. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി പുറവശം ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ മുന്നസ്ത് ബാക്കി അങ്ങനെ ഇട്ടേച്ചാണ് ഞാൻ കയറിപ്പോയത്. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് അടുക്കി വെക്കാനായിട്ട് ഞാൻ വീണ്ടും മുന്നസ്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഈ വീഡിയോ ഇറങ്ങിക്കഴിയുമ്പോൾ അമ്മ എന്നെ മിക്കവാറും ഒത്തിരി വഴക്ക് പറയും. കാരണം ഞാൻ കുറേ ചെടിയിൽ നിന്ന് എടുത്ത് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അമ്മ മാത്രമല്ല കേട്ടോ, എന്നെ വഴക്ക് പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഇന്ന് വഴക്ക് പറയും. എന്നാലും എനിക്കത് വേറെ ആരും അന്നേരം ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് ആ ജോലി അത് അവിടെ അങ്ങനെ പെൻഡിങ് ആയിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതൊക്കെ എടുത്തങ്ങ് മാറ്റിയത്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഈ മണ്ണ് മാറ്റുന്നത് ഞാൻ ഇനി അവിടെ എനിക്ക് തേച്ച് കഴുകാനുള്ളത്. അപ്പോൾ ഞാൻ ആ കാർ പോർച്ച് മൊത്തം ഇനി ഒന്ന് തേച്ച് കഴിയുമ്പോൾ അവിടെ കഴുകാമെന്ന് വെച്ചു. പക്ഷെ മണ്ണെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റി. മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പം മറ്റും അവിടെ കൂട്ടി വെച്ചിരുന്നതാണ്. പിന്നെ എനിക്ക് നേരം കിട്ടാൻ കാരണം അത് അങ്ങനെ ഇരുന്ന് പോയി. അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ വന്നിട്ടേ അവിടെ മണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു നന്നായിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഒരുമാതിരി ഒന്ന് വാരിയെടുത്തു. പിന്നെ മിറ്റവും നന്നായിട്ടൊന്നും തൂത്തില്ല. അത്യാവശ്യം അവിടെ കിടന്നിരുന്നതിനെ എല്ലാം ഒന്നെടുത്ത് മാറ്റിയതേ ഉള്ളൂ. പിന്നെ ആ വാട്ടർ ഹീറ്റർ കേടായിരിക്കുമായിരുന്നു. അത് വിനോട്ടം നന്നാക്കാനായിട്ട് എടുത്തുകൊണ്ട് അപ്പോൾ വിനോട്ടം തിരിച്ചു പോവാണ്. അപ്പം ഈ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വിനോട്ടം പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി ഒരു കുറച്ചും കൂടെ ചെടിച്ചട്ടികളൊക്കെ എടുത്ത് വെക്കാൻ. ഇത്രയും അത്യാവശ്യം നീറ്റാക്കിയിട്ടുണ്ട്. എല്ലാം ഒരു ലൈനിലൊക്കെ ആക്കി ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്